ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. ദിസ് ഇസ് ഐമാൻഡർ വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു അവധി ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫാണ് ഗൈസ്. ഇന്നിപ്പോൾ ഞങ്ങൾക്ക് 2-3 ദിവസമായിട്ട് സ്കൂളൊന്നും ഇല്ല. അതായത് 2-3 ദിവസം മീൻസ് വെള്ളിയാഴ്ച സ്കൂളിലായിരുന്നു, പിന്നെ ശനി ഞായർ അതുപോട്ടെ, അത് തിങ്കളാഴ്ചയിലായിരുന്നു, ഇപ്പം ഇന്നും ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു ഡേ ഇൻ മൈ ലൈഫൊക്കെ എടുത്തേക്കാന്ന്. ഇപ്പോൾ ഇവിടെ മഴയൊന്നും ഇല്ല കേട്ടോ. ഇപ്പം ചെറുതാ വെയിലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ ചെറിയൊരു മൂടലുണ്ട്. പക്ഷെ മഴയില്ല ഇതുവരെ ഇപ്പോൾ എപ്പോഴാണ് മഴ പെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചെറിയൊരു മഴ ഉണ്ടായിരുന്നു. അതെ. അപ്പം എന്തായാലും ഇന്നിപ്പോൾ കുഞ്ഞനുണ്ട് കേട്ടോ ഞങ്ങളുടെ കൂടെ. കുഞ്ഞിൻ്റെ ചാനലിൽ ഒരു വ്ളോഗ് എന്തായാലും നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഈവനിങ് വ്ളോഗ്. ഇന്നലെ ഞങ്ങളൊരു വീഡിയോ അപ്ലോഡ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം എന്തായാലും നമുക്ക് ഒട്ടും വായിക്കാതെ തന്നെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഗൈസ്, ഇപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ടൈം വന്നിട്ട് ഒരു 11 മണി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ 10 മണിക്ക് എണീറ്റതാണ്, പക്ഷേ എനിക്ക് അത്ര വിശപ്പൊന്നും വന്നില്ല. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് വീഡിയോ എടുത്താലോ എന്ന് തോന്നിയത്. അപ്പോൾ അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് 11 മണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നത്. ഇന്നിപ്പോൾ ചപ്പാത്തി ആയിരുന്നു. ചപ്പാത്തിയും ചിക്കൻ സ്റ്റൂ ആയിരുന്നു കേട്ടോ. ഇവിടെ ചപ്പാത്തി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല, കുറേ നാളായി ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അങ്ങനെ എസ്തർ അവിടെ ഇരുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഇത് കുറച്ച് നേരം കഴിഞ്ഞിട്ടുള്ള ക്ലിപ്പാണ്. അമ്മ ഇവിടെ ഞണ്ടൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം കുഞ്ഞനും ആൻറ്റിയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ കൊണ്ടുതന്ന കേട്ടോ. പിന്നെ ഗൈസ്, ഈ വീട്ടിൽ എല്ലാവർക്കും ഞണ്ട് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഗൈസ്, ഞണ്ടെന്തെങ്കിലും കെട്ടി വെച്ചിരിക്കുന്നത് വെച്ചാൽ അതിന് ജീവൻ ഉണ്ടായിരുന്നു. അത് നല്ല ഫ്രഷ് ആയിരുന്നു, അത് ജീവൻ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കിടന്ന് ഇങ്ങനെ പിടയ്ക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കെട്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ആ കെട്ടൊക്കെ അഴിച്ച് അമ്മ ഇങ്ങനെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് ഞാനൊരു ഞണ്ടിനെ എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ചു അതിനെങ്ങാനും ജീവൻ ഉണ്ടായിരുന്നു. എൻ്റെ കൈ ഇപ്പോൾ ഒരു വിധ വയനയെന്ന്. ഇത് ബെസ്റ്റർ ഒരു ബാഗ് ഉണ്ടാക്കാനുള്ള ഒരു ശ്രമത്തിലാണ്. ഇങ്ങനത്തെ ഗ്രാനി സ്ക്വയേഴ്സ് ഉണ്ടാക്കി ഇങ്ങനെ കൂട്ടി ഉള്ള ഒരു ബാഗ് ഉണ്ടാക്കാൻ. പിന്നെ ഗെയ്സ്, അതിൻ്റെ ഇടയ്ക്ക് കുഞ്ഞിൻ്റെ ഒരു പല്ല് നന്നായിട്ട് ഇളകിയിരിക്കുന്നുണ്ടായിരുന്നു. അതിപ്പോൾ പറിക്കാനുള്ള ശ്രമത്തിലാണ്. കുഞ്ഞിന് അപ്പുറത്തെ കൈ വെച്ചാണ് പല്ല് പറിക്കുന്നത്. കാരണം ഇപ്പുറത്തെ കൈ അവൻ്റെ ഭിത്തിയിൽ എന്തോ കൊണ്ട് ഇടിച്ചിട്ട് കൈ ചെറുതായിട്ട് വിരൽ നീര് വെച്ചിരിക്കുകയായിരുന്നു. അതുകൊണ്ട് അപ്പുറത്തെ കൈ വെച്ച് അതിസാഹസികമായി പറിച്ചെടുത്തിട്ടുണ്ട് ഗെയ്സ്. അത് നല്ല ഇളകിക്കായിരുന്നു കേട്ടോ. ഇതാണ് ഗെയ്സ് നമ്മുടെ പല്ല്. പിന്നെ ഗെയ്സ്, നല്ല കാറ്റോട് കൂടിയ മഴയ്ക്കുള്ള സാധ്യതകൾ നമ്മൾ പുറത്ത് കാണുന്നുണ്ടായിരുന്നു. നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, നല്ല കാറ്റുണ്ടായിരുന്നു. അപ്പം ഞാൻ വേഗം പോയി ജനലൊക്കെ അടച്ചു. അങ്ങനെ ഗൈസ്, കുറേ നേരം കഴിഞ്ഞപ്പോൾ നമ്മളെ ഞണ്ടുകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഞാൻ കുറേ നേരം കഴിഞ്ഞെടുത്ത ക്ലിപ്പാട്ടോ. ഇതിനു മുമ്പ് ഞാൻ ഈ നമ്മുടെ സവാള വഴറ്റുന്ന ക്ലിപ്പൊക്കെ എടുത്തായിരുന്നു, പക്ഷെ അതത്ര ഒരു ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല. നല്ല സൂമായിട്ട് ചെയ്തിരിക്കുകയായിരുന്നു. അങ്ങനെ എന്തായാലും നമ്മുടെ ഞണ്ടുകറി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചോറുണ്ടാണ് ഇന്നിപ്പോൾ. ചോറിന് മോര് കറി, പപ്പടം, പിന്നെ നമ്മുടെ ബീൻസും ക്യാരറ്റുള്ള കറി, പിന്നെ ഞണ്ടുകറി, അതൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ വയറ് നിറച്ച് ചോറൊക്കെ കഴിച്ചു ഗൈസ്. എസ്തേറും കുഞ്ഞിനൊക്കെ ഓൾറെഡി കുറേ നേരം മുമ്പ് കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ വൈകുന്നേരം അമ്മയോടാണെങ്കിൽ എസ്തേറും കുഞ്ഞിനും കൂടെ പറഞ്ഞു കേക്കൊക്കെ ഉണ്ടാക്കി തരാമെന്ന്. അപ്പോൾ അമ്മ അങ്ങനെ കേക്ക് ഉണ്ടാക്കി. ഇത് നമ്മുടെ മാർബിൾ കേക്കാട്ടോ. അമ്മ അതിനകത്ത് ഇങ്ങനെ ടൂത്ത് പിക്ക് വെച്ച് ഡിസൈൻസ് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ കേക്കൊക്കെ ബേക്ക് ചെയ്ത് സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ പകുതി കേക്ക് നിങ്ങളിപ്പോൾ കാണാത്തതെന്ന് വെച്ചാൽ അവർ ഓൾറെഡി പകുതി തീർത്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ, നല്ല കേക്കായിരുന്നു. അങ്ങനെ ഞാനൊരു പീസ് തിന്നു. അപ്പോഴത്തേക്കും വീണ്ടും അടുത്ത മഴ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അടുത്ത മഴയല്ല, അടുത്ത മഴ കഴിഞ്ഞിട്ട് ഇങ്ങനെ നല്ല ശാന്തമായിട്ട് നിൽക്കുകയായിരുന്നു. നല്ല തണുപ്പാണ് ഗീസ്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ സൂര്യനെ കാണാൻ പറ്റാറുണ്ട് കേട്ടോ. ഈ 2-3 ദിവസമായിട്ട് ഇടയ്ക്ക് സൂര്യൻ വരാറുണ്ട്, പക്ഷെ അപ്പം തന്നെ പോവും. ഞാനിപ്പോൾ എന്താ വായിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ, എനിക്ക് പള്ളിയിലൊരു മത്സരത്തിൻ്റെ ഒരു പ്രസംഗമുണ്ട്. അതിങ്ങനെ ഞാൻ എഴുതും. ഓരോ ദിവസം ഓരോ പാരഗ്രാഫ് വെച്ച് എഴുതിയിട്ട് പഠിക്കുകയാണ് ചെയ്യാറ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കി. പിന്നെ ഗൈസ്, എസ്തറുടെ പുതിയ ക്രോഷറ്റ് പ്രൊജക്റ്റായ കോസ്റ്റർ ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അതിൻ്റെ ബാക്കിയുള്ള നൂലൊക്കെ ഇനി കട്ട് ചെയ്ത് കളയണം കേട്ടോ. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. രാത്രി വരെയൊന്നും പിടിച്ചിട്ടില്ല, പക്ഷെ ഇപ്പോൾ ഒരു ടൈം വന്നിട്ട് ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വ്ളോഗൊക്കെ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എല്ലാവരും ഇന്നിപ്പോൾ കുറേ സ്കൂളുകൾക്ക് അവധിയുണ്ട്, കാരണം മഴയൊക്കെ ആയതുകൊണ്ട്. നല്ല മഴയാണ്. ഞാനിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മഴ ഇങ്ങനെ ചാറിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഇരിക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ബൈ.